ഞങ്ങൾ ടീം അംഗങ്ങളെല്ലാവരും ഉണ്ട്. ബഷീർക്ക ദുബായ് പോയതുകൊണ്ട് ആൾ അവിടെ ഇവിടുത്തെ രാത്രികാല ദൃശ്യമാണ് ഈ മിനാ പോർട്ടിൽ. എന്താ ഗ്ലാമർ എന്നൊക്കെയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു മാർക്കറ്റാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ചെറിയൊരു ചന്തയുണ്ട് ഇവിടെ പള്ളിയുടെ തൊട്ട് പുറകിലായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും കണ്ടിട്ടുണ്ടായില്ലേ, പിന്നീടാണ് ഇങ്ങനെ ഇത്രയും വലിയ ചന്തയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം സംഭവം. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ പെർഫ്യൂം അത്രയൊക്കെ വിൽക്കണത്, തൊപ്പി കാര്യങ്ങൾ, പിന്നെ അതേ മുസല്ല, മിസ്വാക്ക്, ഷോക്സ്, അവിടെ കുറേ പെർഫ്യൂംസ്, ഈന്തപ്പഴം, പിന്നെ കുറേ പെർഫ്യൂംസ്, പിന്നെ എന്തോ മറ്റേ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ. പഴമൊക്കെ ഉണ്ട് ഇവിടെ. പഴം, തക്കാളി, പച്ചമുളക്. പഴത്തിന് തന്നെ വില, അത് ഒരു പീസിന് 1 റിയാൽ വെച്ചാന്ന് തോന്നുന്നു. കണ്ടോ, വിലപേശി വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. വിലപേശിയാണ് വിൽപ്പന നടക്കുന്നത്. നമ്മൾ മാർക്കറ്റിനേക്കാളും കുറച്ച് പൈസക്ക് ഇവിടെ കിട്ടും. കുറച്ച് സാധനം ചിലപ്പോൾ ചിലതൊക്കെ കുറച്ച് കൊള്ളാത്തൊക്കെ ഉണ്ടാവും. അതേപോലെ പെർഫ്യൂം നമുക്ക് മണത്തൊക്കെ നോക്കാം. കയ്യിലൊക്കെ പുരട്ടി ഇട്ടാണ് മേടിക്കണത്. അതിന് വിലയൊക്കെ പറഞ്ഞാണ് 3 റിയാൽ 4 റിയാലൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നത്. ഇവിടെ കുറേ തക്കാളി 1 റിയാലുള്ള ഇവിടെ തക്കാളിക്ക് 1 റിയാൽ 1 റിയാൽ എന്ന് പറഞ്ഞിട്ടില്ലേ. തക്കാളി നല്ല ചുവന്ന തക്കാളി അല്ലേ, സംഭവം കിട്ടുന്നതാണ്. ഉള്ളി, ചെറുള്ളി ആൾക്കാർ വില പേശി മേടിക്കുന്നതാണ് കാണുന്നത്. ഇവിടെയും കുറേ തക്കാളി കൂട്ടിയിട്ടുണ്ട്. അവിടെ കുറേ പെർഫ്യൂം കാര്യങ്ങളൊക്കെ. അവിടെ എന്തോ ആൾക്കാർ കൂടിയിട്ടുണ്ടല്ലോ, എന്താ നോക്കാം. അല്ലാതെ ടാബാണ് 50 റിയാലിന് ടാബ് വിൽക്കുന്നത്. മോഡിയോൻ്റെ അങ്ങനൊരു കമ്പനി, ചൈനീസ് ബ്രാൻഡാന്ന് തോന്നുന്നു. 50 റിയാൽ പുതിയ ടാബാണ് കേട്ടോ. അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നു, അറിയില്ല. 50 റിയാലിൻ്റെ ടാബ്. കടയിൽ 100 രൂപ വിലയുള്ള സാധനം തോന്നുന്നു. പുതിയതാണെന്നോ? പുതിയതാ 50 റിയാൽ ടാബ്. അവിടെ ആയിട്ട് കുറേ കച്ചവടങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഉണ്ടോ, എല്ലാവരും പള്ളി കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് കാണാൻ ചിലർ മേടിക്കുന്നുണ്ട്. അവിടെ എന്തുണ്ടല്ലോ, അതേ സെൽഫോൺ 50 റിയാൽ 100 റിയാൽ 20 റിയാൽ 30 റിയാലൊക്കെ ഫോണുകൾ, വർക്ക് ചെയ്യുന്ന ഫോണുകളാട്ടോ. ഡിസ്പ്ലേ കൂടെ ചില്ലൊന്നും പൊട്ടിയിട്ടുണ്ടോ. ഇവിടെ തുണിക്കച്ചവടം യൂസ് ചെയ്തും യൂസ് ചെയ്യാത്തൊക്കെ ഉണ്ട്. വാഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നങ്ങനെയാണെന്ന് തോന്നുന്നു. അതെ, നല്ല തുണികളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ പുതിയതുണ്ട് പഴയതുണ്ട്. ഫ്ലാസ്കുകൾ ഇരിപ്പുണ്ട്. വെള്ളിയാഴ്ചത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം വെള്ളിയാഴ്ചയുള്ള ചെറിയ കച്ചവടം. ബംഗാളി മാർക്കറ്റ്, ഞങ്ങളവിടെ പഴയ സ്ഥലത്ത് ബംഗാളി മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാരിവിടെ എല്ലാവരും കൂടി തുടങ്ങി. അങ്ങനെയാണെന്ന് തോന്നുന്നു. പോലീസുണ്ട്, സമ്മതിക്കില്ല. അത് ക്യാബേജ് 3 റിയാല വലിയ ക്യാബേജിന്. അത്യാവശ്യം ഇവിടെ തന്നെ ഉണ്ടാവണ ക്യാബേജാന്ന് തോന്നുന്നു. അതങ്ങനെ വലിപ്പം കൂടിയ ക്യാബേജ്. നമ്മുടെ നാട്ടിൽ ചെറുതല്ലേ, അവിടെയും കുറേ ക്യാബേജൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ, ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് സ്പീക്കർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. കുറേ ഹെഡ്സെറ്റും കിടപ്പുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ തന്നെ കുറേ തുണി കച്ചവടം ഉണ്ട് കേട്ടോ. കുറേ തുണി ആവശ്യമുള്ളവർക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. പാൻറ്റൊക്കെ ഉണ്ട്, ഷർട്ടുണ്ട്, പാൻറ്റുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ബംഗാളികളൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വെള്ളിയാഴ്ചത്തെ ഇവിടെ നമ്മളെ പള്ളിയുടെ തൊട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഞാനതും കണ്ട് നമ്മുടെ കൂടെ ഉള്ളവർ അങ്ങോട്ട് മുന്നോട്ട് നടന്നു എന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതാണ് മോനെ വെള്ളിയാഴ്ചത്തെ ഇവിടുത്തെ മാർക്കറ്റ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയുള്ളത്? പ്രത്യേകമായൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയേക്കണം. കോർണിഷിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നമ്മളിങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ടീം അംഗങ്ങളെല്ലാവരും ഉണ്ട്. ബഷീർക്ക ദുബായ് പോയതുകൊണ്ട് അവിടെ കുറേ കപ്പൽ, ചെറിയ ചെറിയ കപ്പലുകൾ, നൗകകൾ നങ്കൂരം ഇട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ടോ, ലോങ്ങാണ് കിടക്കുന്നത്. ഇത്ര നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ എൻ്റെ ഫോണിൽ. നല്ല അതിസുന്ദരമായ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ. പഴയ പോർട്ടാണ്. ഇപ്പോൾ നല്ല
കണ്ടെയ്നറൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സെറ്റാക്കി എടുത്തേക്കണം. അതേ കാണാൻ 974 സ്റ്റേഡിയമാണ് ആ നേരെ കാണുന്നത്. കാരണം അതേ പൂവൊക്കെ ഉണ്ടാക്കണത്. അത്യാവശ്യം വൈകിട്ടൊക്കെ വന്ന് നടക്കാനൊക്കെ ഇരിക്കാനും ഒക്കെ അതേ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വന്നിട്ടുണ്ട്. ഉല്ലാസനഗറുകൾ ഇവിടെയും കിടക്കുന്നുണ്ട്. ആ കാണുന്നതാണ് മറ്റേ കണ്ടെയ്നർ കൊണ്ട് പണിതേക്കണ ടീ ഷോപ്പുകളും കോഫി ഷോപ്പുകളും. ആ ഒരു ഉല്ലാസനഗർ കണ്ടോ, എന്താ ഗ്ലാമർ നോക്കി. ഓപ്പറേറ്റിംഗ് മേലെയാണെന്ന് തോന്നുന്നു. ആ കുറേ സ്പൈക്ക് റൈഡും ഇവിടെ കിടപ്പുണ്ട് കണ്ട. അത് കയറുന്നതിന് ഒരാൾക്ക് 200 റിയാല അങ്ങാണ്ടുള്ളൂ. ഞങ്ങൾ താമസിച്ചിറങ്ങിയത് ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ കാഴ്ചകളൊന്നും അത്ര കാണാൻ പറ്റില്ല. ഓൾഡ് ദോഹ പോർട്ടിൻ്റെ LED കൊണ്ട് നല്ല സെറ്റാക്കി എഴുതിയുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ ഈ കണ്ടെയ്നറൊക്കെ അടുക്കി വെച്ചേക്കണോ. അതിൻ്റെ മുകളിൽ ഒരെണ്ണം നമസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് പള്ളിക്ക് വേണ്ടിയിട്ട്. പിന്നെ കൂടുതലും കോഫി ഷോപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചെറിയ ചെറിയ ബൂഫികളുമാണ് ഉള്ളത്. പിന്നെ കുറേ ഡ്രസ് മെറ്റീരിയൽ അതുപോലെ സംഭവങ്ങളും സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ അപ്പുറം സൈഡും ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഞങ്ങൾ കയറി വെക്കാൻ പോയി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടെയ്നറിൻ്റെ മുകളിൽ സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. അവിടെ ഉല്ലാസ നൗകകൾ ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല ഉല്ലാസ നൗകകളാണ് മോനെ കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മോൾ വശം കണ്ടോ. നാസർക്ക ഹബീൽക്കായി അവിടെ താഴെ ചെയ്യപ്പുണ്ട്. അത്യാവശ്യം നടക്കാനുള്ളവരും ഓടാനുള്ളവരും ചാടാനുള്ളവരൊക്കെ ഇതിൽ വന്നിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ കോഫി ഷോപ്പുകളിലൊക്കെ ആൾക്കാർ കയറാൻ വേണ്ടി വന്നാണ് വണ്ടികളെ ഏടെ തിരക്കായി കാണുന്നത്. എന്തോരം വണ്ടികളും കാര്യങ്ങളാന്ന് നോക്കി കണ്ടോ. പാത്ത പാർക്കിംഗ് ആണ്. ആ കാണുന്നതാണ് ഷോപ്പുകളിലൊക്കെ ഫ്രണ്ട് വശം. ആ കാണുന്നതാണ്ടോ, അതാണ് കോഫി ഷോപ്പ് ഉള്ളത്. എല്ലാ സൈസ് കോഫി ഷോപ്പുകളും ഇവിടെ ഉണ്ട്. യൂറോപ്യൻസ് ആയിട്ടുള്ളതും മലയാളികളുടെ കടവരുണ്ട്. മലയാളികളുടെ കടയാണ് അവിടെ ഓരം കാണുന്നത്. ഉല്ലാസ നൗകകൾ, വലിയ ഉല്ലാസ നൗകകളൊക്കെ കയറ്റി ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് എൻ്റെ പൊന്നാ. അവിടെ ഇവിടുത്തെ രാത്രികാല ദൃശ്യമാണ് ഈ മിനാ പോർട്ടിൽ. എന്താ ഗ്ലാമർ നോക്കി, എന്താ രസം. രാത്രിയിലെ എന്ത് സൗന്ദര്യം കണ്ടോ ഈ ഇവിടെ. സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഇവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫിഷിങ്ങിൻ്റെ കട, റോഡൊക്കെ ഉള്ള കടയാട്ടത് സംഗതി. റോഡ്സൊക്കെ ഉണ്ട് ഇവിടെ. ചൂണ്ട കട, മറ്റ് സാധനങ്ങൾ സംഗതികൾ. എത്ര രൂപയത്? ബ്രാൻഡഡായിട്ട് സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. സാധനങ്ങളൊക്കെ സ്റ്റിക്കുകളാണ്. സ്റ്റിക്കുകൾ ഗോൾഡിൽ വെച്ചേക്കണ റോഡുകൾ കണ്ട. റോഡ് ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ് ഈ മിനാ പോർട്ട് എന്ന സ്ഥലം. നമ്മുടെ ഈ പണ്ട് നേരത്തെ ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഷിപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പണ്ട്. ഇവിടെ ഒരുപാട് ചൂണ്ടൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചൂണ്ടൽ കടകളൊക്കെ കാണണം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണ്. അതുകൊണ്ട് പിന്നെ ഫിഷിങ്ങിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു കുറേ ചൂണ്ടൽ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. നല്ല വിലയാണ് ചൂണ്ടൽ സാധനങ്ങളൊക്കെ. ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ദോഹ കാണാൻ വേണമെങ്കിൽ ലൈറ്റിൽ കുളിച്ച് കണ്ട എല്ലാം പച്ച മഞ്ഞ ലൈറ്റുകളൊക്കെ കത്തി നിൽക്കുന്ന ദോഹയാണ് കാണുന്നത്. എല്ലാ ബിൽഡിങ്ങും ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഈ ഫോണായതുകൊണ്ടാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റാത്തത്. എല്ലാ ബിൽഡിങ്ങും A to Z ബിൽഡിങ്ങാണ് ദോഹയിലെ മെയിൻ ബിൽഡിങ്ങാണ് കാണുന്നത്. അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ.
അതിൻ്റെ സെൻറ്റർ കാണുന്നതാണ് നമ്മുടെ ഷെറാട്ടൺ ഹോട്ടൽ. എന്താ ഗ്ലാമറില്ല ഇവിടുത്തെ വൺ സെറ്റപ്പാണ് മോനെ. ഇവിടുന്ന് കാണേണ്ട കാഴ്ചയാണ് സംഭവം. പക്ഷെ ഇവിടെ ഈ സമയത്ത് ഫാമിലീസിനാണ് അഡോടുള്ളൂ. നമ്മളിപ്പോൾ വേറെ ഫാമിലീസിൻ്റെ കൂടെയാണ് അകത്ത് കയറിയത്. അല്ലാതെ ഫാമിലീസിന് കച്ചവട ഷോപ്പുകളുണ്ട്. നമ്മുടെ അബായ അതുപോലെ തന്നെ പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട്. സംഭവം കിടക്കുന്നുണ്ട് സംഭവം. മിന പാർക്ക് എന്ന് പറഞ്ഞൊരു ലോകമാണ്, ലോകം. ഇവിടെ ഖത്തറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് കണ്ടു പോകണം നല്ലതായിരിക്കും. എന്താ ഗ്ലാമർ എന്ന് പറയാം. ഫാമിലിയൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് സംഭവം കാണുക, എൻജോയ് ചെയ്യുക. സൂപ്പർ ഒരു സെറ്റപ്പ്, ഒരു ക്ലൈമറ്റും കാര്യങ്ങളാണ് ഈ സമയത്തൊക്കെ. എന്താ ഗ്ലാമർ, എന്താ ഡ്രോയിങ് കണ്ട. നല്ല തനി നാടൻ ഫുഡ് കഴിക്കുകയാണ് ഇവിടെ ഉസ്താദ് ഹോട്ടലിൽ നിന്ന്. സംഭവം കിടുക്കനാണ്. മീൻ മത്തിയല്ലേ മീൻ മത്തി, കപ്പയും ബീഫും നല്ല നാടൻ ഭക്ഷണം ഉസ്താദ് ഹോട്ടലിൽ ഞങ്ങൾ